ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല, ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ അവർ മറച്ചു പിടിച്ചിരിക്കുന്ന, ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളായിരിക്കാം, എന്താണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയരുതെന്ന് കരുതി അവർ മറച്ചു പിടിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ, 10 ഓഫ് കപ്സ്, പേജ് ഓഫ് സോഡ്സ് ആണ് പിന്നെ വന്നിട്ടുള്ള കാർഡ്. കിങ് ഓഫ് കപ്സ്, ടെമ്പറൻസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെമ്പറൻസ് കാർഡ്, ദ എംപറർ കാർഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, then 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, മാസ്റ്റർ കാർഡ് കിങ് ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു കപ്സുകളുടെ കാർഡുകൾ, ഈ 3 കാർഡുകൾ ഒരുമിച്ച് ചേർന്ന ഒരു സ്പ്രെഡിൽ വരുമ്പോൾ അത് സാധാരണമായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥമായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഫീലിങ്സുകളുടെ പക്വത, ഒപ്പം ഒരാളോടൊപ്പം സന്തോഷകരമായ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആഗ്രഹം, ഇതൊക്കെയാണ് ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം പിന്നെ നമ്മളോട് നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൃദയം തുറന്ന സ്നേഹം നൽകുന്നു, പുതിയ പുതിയ ഫീലിങ്സുകൾ ഉണ്ടാകുന്നു, അത് തുടർന്ന് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. കിങ് ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫീലിങ്സുകൾ വളരെയധികം ഡീപ്പാണ്, പക്ഷെ അവ നിയന്ത്രണത്തോടും പക്വതയോടും കൂടി ആ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. 10 ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും വൈകാരികമായിട്ടുള്ള ഒരു സംതൃപ്തി, ഒരു സന്തോഷം, ഇതാണ് എനിക്ക് വേണ്ട ഒരു റിലേഷൻഷിപ്പ് എന്നൊരു ഇൻഡ്യൂഷൻ അവർക്ക് തന്നെ ഉണ്ടാകുന്നു. ഇതാണ് ഈ ഒരു 3 കാർഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു, അത് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞത്. ആ ഒരു ഇഷ്ടം പിന്നീട് കൂടുതൽ ആഴമുള്ള ഒരു കെയർ ആയിട്ട് മാറുന്നു. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നു, പക്ഷെ അതൊന്നും അവര് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തുറന്നു പറയുന്നില്ല. അതാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ അവർ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവർ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സെപ്പറേഷനൊക്കെ ശേഷം രണ്ടുപേര് തമ്മിൽ അകന്നു പോയെന്ന് വിചാരിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി ഒന്നും ഫീൽ ചെയ്യുന്നില്ലെന്ന് തോന്നാം, പക്ഷെ ഉള്ളിൽ ഇപ്പോഴും വികാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വികാരങ്ങൾ അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന്. അപ്പൊ ആ ഒരു ഫീലിങ്സുകൾ നിയന്ത്രിച്ചു വെക്കുന്നു. കാരണം സാഹചര്യം ചിലപ്പോൾ വളരെയധികം സങ്കീർണമായ ഒരു രീതിയിലായിരിക്കും, സിറ്റുവേഷൻസ് ശരിയല്ലായിരിക്കാം, പലർക്കും പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണല്ലോ ലൈഫിൽ. അപ്പം അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിച്ച് പിടിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു വ്യക്തികളുള്ളത്. അപ്പൊ ആ പഴയ സന്തോഷ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എന്തോ ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ 10 ഓഫ് കപ്സിന്റെ ഒരു എനർജി പറയുന്നത്. അപ്പം അത് തന്നെയാണ് അവർ മറച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നു,
ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് പേഴ്സണോട്, നിനക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാ ഇല്ല, അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയാനിരിക്കട്ടെ. പക്ഷെ കാർഡുകൾ പറയുന്നത് ഫീലിങ്സുകൾ ഉണ്ടായിരുന്നിരിക്കാം, അത് അവർ ഗൗരവമായി എടുത്തിട്ടുമുണ്ട്. അതാണ് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോടൊപ്പം ആ ഒരു സന്തോഷകരമായ സാധ്യത അവര് മനസ്സിൽ കണ്ടിട്ടുമുണ്ട്. 10 ഓഫ് കപ്സ് അതാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ അവർ മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് മറ്റൊരു റീഡിംഗ് എടുത്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പല സിറ്റുവേഷൻസ് കാരണമായിരിക്കാം അവർ മറച്ചു പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. വരുന്ന കാർഡുകളിൽ ഇനി അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഈ ഒരു 3 കാർഡുകളും ചേർത്ത് പറയുന്നത് എനിക്ക്, അതായത് ഈ ഒരു പേഴ്സണ് ഫീലിങ്സുകൾ ഉണ്ടായിരുന്നുവെന്നും ആ ഒരു ഫീലിങ്സുകൾ വെറുതെ ഉള്ളതായിരുന്നില്ല, ഒരു കാഷ്വൽ ആയിട്ടുള്ളതായിരുന്നില്ല, വളരെ ആഴത്തിലുള്ളതായിരുന്നെന്നും ആ വികാരങ്ങളിൽ, ആ സന്തോഷങ്ങളിൽ ദീർഘകാലം ഉണ്ടാകണം, അത് തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ തന്നെ ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത് പലപ്പോഴും യഥാർത്ഥമായിട്ടുള്ള ഒരു കെയർ, ഒരു ഹൃദയബന്ധം, അപ്പം ഉള്ളിൽ സൂക്ഷിക്കുന്ന സന്തോഷകരമായ പ്രതീക്ഷകൾ, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മറച്ചു വെക്കാനായിട്ട് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പേജ് ഓഫ് സോർട്സ്, പേജ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു ഒബ്സർവേഷൻ, ഒരു ക്യൂരിയോസിറ്റി, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യങ്ങൾ അവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ അറിയാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയരുത് എന്നവർ ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ടോ ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ മറഞ്ഞു നിന്ന് നിങ്ങളെ കണ്ടിട്ട് വരെ പോകുന്നുണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാനും അവർ തയ്യാറാണ്. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ അവരോട് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ വെച്ച് അല്ല ഇന്ന വ്യക്തിയോട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പോലും ആ ഒരു വ്യക്തി അത് സമ്മതിക്കാനായിട്ട് തയ്യാറാവില്ല. കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ടെമ്പറൻസ് കാർഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസും കാണുന്നുണ്ട്. ഓക്കെ, ടെമ്പറൻസ് കാർഡും 2 ഓഫ് പെന്റക്കിൾസും. ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർ ഒരു കാലത്ത് ഒരു 2 രീതിയിലുള്ള ഫീലിങ്സുകൾക്ക് ഇടയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു ഭാഗത്ത് നിങ്ങളിലേക്കുള്ള ഫീലിങ്സുകൾ, നിങ്ങളോടുള്ള ഇഷ്ടം, സ്നേഹം, നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹം, ഈ ഒരു കാര്യങ്ങളൊക്കെ. മറുഭാഗത്ത് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, കുറച്ച് പേടികൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിരിക്കാം, ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം, മറ്റ് സാഹചര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെ 2 കാര്യവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ അറിയരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് പോകണമെന്ന് ചിന്തിക്കാത്ത, കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ എന്ന് നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് ആ ഒരു സമയത്ത് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നൊക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ എംപറർ കാർഡ് വരുന്നുണ്ട്, അതുപോലെ കിങ് ഓഫ് സോർട്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോർട്സ്, ലാസ്റ്റ് വന്നിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അപ്പം ഈ 3 കാർഡുകൾ ശക്തമായിട്ടുള്ള ഇമോഷണൽ കൺട്രോളിനെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി തങ്ങളെ അല്ലെങ്കിൽ തന്നെ ശക്തനും അതുപോലെ തന്നെ യുക്തിപരവുമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരിക്കലും അങ്ങനെ അല്ല എന്നുള്ളതാണ്. ഒത്തിരി ഫീലിങ്സുകളുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ സ്നേഹമുള്ള, എല്ലാവരോടും ദയയും കരുണയും അങ്ങനെ എല്ലാം ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് എന്നല്ല, എപ്പോഴും അവർ വളരെയധികം സ്ട്രോങ് ആണെന്നും താൻ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഒക്കെ മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെ സോഫ്റ്റ് ആണ്. അതുകൊണ്ട് അവർ മറയ്ക്കുന്നത് അവരുടെ ആ ഒരു
ദൗർബല്യങ്ങൾ അവർ മറയ്ക്കുന്നുണ്ട്, ഇൻസെക്യൂരിറ്റികൾ മറയ്ക്കുന്നുണ്ട്, റിജക്ഷൻ വരുമോ എന്നുള്ളൊരു ഫിയർ, ഇമോഷണൽ വൾണറബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ മറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പുറത്തു നോക്കുന്നവർക്ക് ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആണ്, വളരെ ഒരു അരഗന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഈ വ്യക്തിക്ക് ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് എന്നൊക്കെ രീതിയിലുള്ള അപ്പിയറൻസ് അവർ പുറത്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു ദൗർബല്യങ്ങളും ഇൻസെക്യൂരിറ്റീസും ഒക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു മാസ്ക് പോലെ അത് ധരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവര് നിങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം പക്ഷെ ഒരിക്കലും അതൊന്നും നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത പോലും, അങ്ങനെ ഒരു തോന്നൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യത്തിലായിരിക്കും അവർ പലപ്പോഴും ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ളപ്പോൾ ആ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും അതൊന്നും നിങ്ങൾ ഒരിക്കലും അറിയരുത്. ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 9 ഓഫ് കപ്സും 9 ഓഫ് പെന്റക്കിൾസും, ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇപ്പുറം 9 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡുകൾ പറയുന്നത് അവർ പുറത്തു നിന്ന് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയി, ഇൻഡിപെൻഡന്റ്, ഹാപ്പി എന്നൊരു ഇമേജ് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് പുറത്തു നിൽക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ഒത്തിരി നല്ല സന്തോഷത്തോടുകൂടി, ഒത്തിരി ഇൻഡിപെൻഡന്റ് ആയിട്ട്, എല്ലാ രീതിയിലും എല്ലാം ഉള്ള ഒരു പേഴ്സണെ പോലെ തോന്നിപ്പിക്കുന്നവർ. പക്ഷെ നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ അവർ കാണിക്കുന്നത്ര ഒരു ഇമോഷണലി ഫുൾഫിൽമെന്റ് അവർക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവരിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോടൊപ്പം അവരത്ര ഹാപ്പിയൊന്നും അല്ല. പക്ഷെ അതൊന്നും പുറത്ത് അറിയരുത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളില്ലാതെയും ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണ് എന്ന് കാണിച്ചെങ്കിലും ഉള്ളിൽ ചില കുറവുകൾ അനുഭവപ്പെടുന്നു, ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, ആ വ്യക്തിക്ക് ഉള്ള വിഷമങ്ങളും കാര്യങ്ങളും, പൂർണ്ണതയില്ലായ്മ, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥ, ഇതൊന്നും നിങ്ങൾ അറിയരുതെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് ഈ ഒരു പേഴ്സൺ എന്നെ കുറിച്ച് വിചാരിച്ചു കൊള്ളട്ടെ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ പുറകിൽ കുറേയേറെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മറച്ചു വെക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏസ് ഓഫ് വാൻസും അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, ഈ രണ്ട് കാർഡുകൾ നമ്മൾ പറയാതെ പോയ കാർഡുകളാണ്. ഏസ് ഓഫ് വാൻസും വീൽ ഓഫ് ഫോർച്യൂണും. ഈ കാർഡുകൾ ഒരു മിസ്ഡ് ആയിട്ടുള്ള, ഇടകലർന്ന ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണക്ഷൻ എനർജിയെ കാണിക്കുന്ന കാർഡുകളാണ്. അവർ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ എത്ര ശക്തമായിരുന്നു അവർക്ക് എന്നുള്ളൊരു കാര്യമാണ്. അതായത് വളരെയധികം ഡീപ്ലി അവര് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയരുത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അത്ര ഒരു അട്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ഒരു കാഷ്വൽ ആയിട്ട് വന്നു, എന്നെ വിട്ടിട്ട് പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ സെപ്പറേഷന് പോയിട്ടാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ വരെ അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിലെ ചില മാറ്റങ്ങൾ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള തിരിച്ചടികളായിരിക്കാം, അവർ ചെയ്തു പോയിട്ടുള്ള കർമാസിനുള്ള ഒരു ഫലമായിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ വന്നുപോയ തിരിച്ചടികളായിരിക്കാം. ഇതൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് അവര് വിചാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചില കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കുന്നു എന്നുള്ള സത്യവും അവർ മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന
ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചതിനേക്കാൾ കൂടുതൽ വികാരങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളോട് അതിലും ഒത്തിരി സ്നേഹം അവർക്കുണ്ടായിരുന്നു പുറത്ത് കാണിച്ചതിനേക്കാൾ. ചില സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഇരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം ഇമേജ്, കൺട്രോള്, അതുപോലെ അവരുടെ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ അഹങ്കാരം എന്നല്ല, ഈഗോ എന്ന് പറയാം, അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ കൺസേൺസ്, ഇതെല്ലാം കാരണം അതെല്ലാം പുറത്ത് ആ ഒരു സ്നേഹം നിങ്ങളോടുണ്ടായിരുന്ന ഒത്തിരി ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയാത്തതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് ഉള്ള ആ ഒരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നു, കൺട്രോള്, അതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രൂപം എന്നുള്ളതാണ്. ഇമേജ് എന്നത് ആളുകളെ എന്നെ എങ്ങനെ കാണണം എന്നൊരു ചിന്ത, ആ ഒരു ചിന്ത. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും പുറത്ത് എനിക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ കാണിക്കുക, ഒരാളെ മിസ് ചെയ്യുമ്പോഴും അത് ആരും അറിയാതിരിക്കാനായിട്ട് ശ്രമിക്കുക, പിന്നെ ഞാൻ ബലഹീനനല്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന ഒരു ഇമേജ് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണത്. അപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരാള് ദിവസവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സന്തോഷവതിയായിട്ടൊക്കെ അവർ കാണിക്കും. അതാണ് അവരുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കൺട്രോള്, നിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഫീലിങ്സുകളും സാഹചര്യങ്ങളും നിയന്ത്രണത്തിൽ വെക്കാനായിട്ട് അവർ തന്നെ ശ്രമിക്കുന്നു. അപ്പം മെസ്സേജ് അയക്കണമെന്ന് തോന്നിയാൽ അയക്കാതിരിക്കുക, കരയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫീലിങ്സുകൾ പുറത്ത് കാണിക്കാതിരിക്കുക, അതുപോലെ കോപമോ സ്നേഹമോ ഒക്കെ തോന്നിയാലും അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീലിങ്സുകൾ പുറത്തു വരും, അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്ന് അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുക. പിന്നെ ഈഗോയിലേക്ക് പോകുമ്പോഴത്തേക്കും, ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് ഒന്നും വേണ്ടില്ല, ഞാനൊരു തോറ്റവളായി കാണപ്പെടരുത് എന്നുള്ള ഒരു മനോഭാവമുള്ള വ്യക്തികളുടെ എനർജി. അപ്പൊ തെറ്റ് ചെയ്തിട്ടും ആദ്യം ക്ഷമ ചോദിക്കാതിരിക്കുക, മറ്റൊരാളെ മിസ് ചെയ്താലും അത് ആദ്യമേ പോയിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരെന്നെ റിജക്റ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ നാണം കെടുത്തി വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടി കാരണം മുന്നോട്ട് വരാതിരിക്കുക. ഇതൊക്കെയാണ് ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് സംസാരിക്കണം, ഒത്തിരി സംസാരിക്കാനുണ്ട്, വളരെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആദ്യം മെസ്സേജ് അയക്കില്ല. ഇത് പലപ്പോഴും ഒരു ഈഗോയുടെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു പ്രായോഗികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇതെന്ന് പറഞ്ഞാൽ ഫീലിങ്സുകളല്ല, യഥാർത്ഥ ജീവിതത്തിലെ കുറെ ഉത്തരവാദിത്തങ്ങളും സാഹചര്യങ്ങളുമാണ്. ഉദാഹരണത്തിന് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം, കുടുംബത്തിന്റെ എതിർപ്പ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, പഠനം അല്ലെങ്കിൽ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമായിരിക്കാം, ഫാമിലിക്ക് മുൻതൂക്കം കൊടുക്കേണ്ട ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ എന്നുള്ളതാണ് സിറ്റുവേഷൻസ്. എനിക്ക് ഈ ഒരു വ്യക്തിയെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ എൻ്റെ കരിയർ സ്ഥിരമല്ല, അതുകൊണ്ട് ഞാൻ കരിയറിലൊന്ന് സ്ഥിരമായതിനു ശേഷം വീണ്ടും ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് സ്ട്രോങ് ആയിട്ട് വരാം എന്ന് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബ സാഹചര്യം കാരണം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ഇതൊക്കെയാണ് ഒരു പാർഷ്യൽ ആയിട്ടുള്ള കൺസേൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ റീഡിങ്ങിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് കപ്സ് ഉണ്ട്. ഈ ഫീലിങ്സുകൾ വളരെയധികം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എംപറർ, കിങ് ഓഫ് സോഴ്സ്, ക്യൂൻ ഓഫ് സോഴ്സ് പറയുന്നത് ആ ഒരു ഫീലിങ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇമേജ്, അതുപോലെ കൺട്രോള്, ഈഗോ, പാർഷ്യൽ കൺസേൺസ്, ഇത് മൂന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും അവർ പ്രകടിപ്പിച്ചില്ല, അവർ അതൊക്കെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അതിനാൽ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ചിലപ്പോൾ സ്നേഹിച്ചിരുന്നിരിക്കാം, അപ്പൊ നിങ്ങളെ കുറിച്ച് ആഴത്തിൽ അവർ കെയറും ചെയ്തിട്ടുണ്ടാവും, അപ്പൊ നിങ്ങളോടൊപ്പം സന്തോഷകരമായ ഒരു ഫ്യൂച്ചറും അവർ കണ്ടിരുന്നു. പക്ഷെ അതേ സമയം തന്നെ ഞാൻ ഒരു ബലഹീനനായിട്ട് കാണപ്പെടരുത്, എൻ്റെ ഫീലിങ്സുകൾ ഞാൻ നിയന്ത്രിച്ചു പിടിക്കും, ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് പോയി സംസാരിക്കില്ല എന്ന രീതിയിൽ ഈഗോയൊക്കെ കാണിച്ച് ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് ഒട്ടും അനുകൂലമായ സിറ്റുവേഷൻസ് അല്ല എന്നതുകൊണ്ട് ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം അവർ മറച്ചു പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരെ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹവും കാര്യങ്ങളും കെയറും ഒക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം അവർ മറച്ചു പിടിച്ചു. അതുപോലെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും അത് പ്രകടമാക്കിയിട്ടില്ല എന്നുള്ളത്. പിന്നെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർക്ക് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ എന്തെടുക്കുവാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ചിന്തിച്ചിരുന്നു, അതും നിങ്ങൾ അറിയാതെ ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അവർ നോക്കി കണ്ടിരുന്നെങ്കിൽ
ഉണ്ടെങ്കിലും അതും അവർ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾ അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു. ഹൃദയവും യുക്തിയും തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിലെ അവരുടെ ആ കൺഫ്യൂഷൻ സ്റ്റേജ് ഒക്കെ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അത് ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ശക്തനായിട്ടും ശക്തിയായി കാണിച്ചെങ്കിലും ഉള്ളിൽ ഒരു വൾനറബിലിറ്റി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ നിരസിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബന്ധത്തിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഒരിക്കലെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ സ്വാധീനം, ഉത്തരവാദിത്തങ്ങൾ, കരിയർ, കുടുംബം അല്ലെങ്കിൽ മറ്റ് പാർഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, തീരുമാനങ്ങളെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ടാവാം. ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്പ്രെഡ് പ്രകാരം അവർ മറച്ചു വെച്ച ഏറ്റവും വലിയ കാര്യം നിങ്ങളോടുള്ള വികാരങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ യഥാർത്ഥ ചിന്തകളാണ്. എന്നാൽ ഇവിടെ ഒരു സെൽഫ് കൺട്രോള്, ഒരു ഈഗോ, അവരുടെ സിറ്റുവേഷൻസ് കാരണം അവരത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് റെയിൻബോ സൈൻസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ചാൻസസ് ഉണ്ട്. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ R കിട്ടുന്നുണ്ട്, ലെറ്റർ I കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ലെറ്റർ G നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു ഭാഷ കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005 ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലൊക്കെയുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 8, നമ്പർ 21 ലോങ് നെയിൽ, പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 40 2023 1988 ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. മെയ് മന്ത് ഒരു പോസിബിലിറ്റി ആണ്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ T കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസസ് ഉണ്ട്. 7 days എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഒരു ക്ലൂ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 35 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പ് മോഡ് ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.